ഇന്ന് ഞങ്ങൾ പോകുന്നത് ഷിബുയയിലേക്കാണ് കേട്ടോ. ഷിബുയ ആൻഡ് അക്കിഹബാരയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ജപ്പാൻ്റെ ഇലക്ട്രോണിക് സിറ്റി എന്നാണ് കേട്ടോ അക്കിഹബാരനെ പറയാം. ഇവിടെ കിട്ടാത്ത ഇലക്ട്രോണിക് ഐറ്റംസ് ഇല്ല എന്നാണ് പൊതുവേ പറയാം. ഇവിടെ അനിമയും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അനിമയുടെ ആക്ഷൻ ഫിഗേഴ്സ് അതേപോലെയുള്ള ഐറ്റംസും ഒക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ അക്കിഹബാര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇവിടെ ഈ കാണുന്ന ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അനിമെ ഫാൻസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് അക്കിഹബാര കണ്ടപ്പോൾ തോന്നിയത്. കാരണം എവിടേക്ക് തിരിഞ്ഞാലും അനിമെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വരെ ഈ അനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനുള്ളൊരു ഉദാഹരണമാണ് കേട്ടോ അതേ നിൽക്കുന്നവർ. അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു അനിമേ ഷോപ്പിൽ കയറി കേട്ടോ. അനിമേ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് എല്ലാ അനിമേസിൻ്റെയും ആക്ഷൻ ഫിഗേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നാട്ടിൽ ഏതാണ്ട് ഒരു 1000-500 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ട്. 1000-500 തൊട്ട് 1,00,000 രൂപയുടെ മുകളിലേക്ക് വരെ പോകുന്ന ആക്ഷൻ ഫിഗേഴ്സ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എൻ്റെ ഒരു ജാപ്പനീസ് ഫ്രണ്ട് പറഞ്ഞത്. അനിമേ ഫാൻസിനൊക്കെ ചിലപ്പോൾ ഈ ആക്ഷൻ ഫിഗേഴ്സ് കാണുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഏതാ അനിമേ എന്നുള്ളതൊക്കെ. നമ്മുടെ നാട്ടിൽ ഹിറ്റായ ഡീമൺ സ്ലെയർ, അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, അതേപോലെ വൺ പീസ്, ഇതിൻ്റെയൊക്കെ ആക്ഷൻ ഫിഗേഴ്സ് അവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇതാണ് കാന്ത മ്യോജി എന്ന് പറഞ്ഞ ടെമ്പിൾ. അക്കിഹബാരിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ ഈ ടെമ്പിൾ ഉള്ളത്. ജാപ്പനീസിൽ ടെമ്പിളിനെ ഒത്തേര എന്നാണ് കേട്ടോ പറയുക.